3 കളർ മാൻഡിവില്ല പ്ലാന്റ്സുകൾ കോംബോ ആയി വാങ്ങിയാലോ, അതും കുറഞ്ഞ വിലയിൽ. ആദ്യമായി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രസീലിൽ നിന്ന് ഉത്ഭവിച്ച മാൻഡിവില്ല ഏറ്റവും ആകർഷകമായ ഉഷ്ണമേഖലാ സസ്യങ്ങളിൽ ഒന്നാണ്. ബ്രസീലിൽ നിന്നും വന്നതായതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ജാസ്മിൻ എന്നുകൂടി ഇതിന് പേരുണ്ട്. അതിവേഗം വളരുന്നതും പടർന്നു കയറുന്നതുമായ ഒരു ബഹുവർഷ സസ്യമാണ് മാൻഡിവില്ല പ്ലാന്റ്. റോക്ക് ട്രംപറ്റ് എന്നും അറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ചുവപ്പ്, വെള്ള, പിങ്ക് ഈ 3 കളറുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാന്റിനെ വീട്ടിൻ്റെ മുറ്റത്ത് മാത്രമല്ല വീടിനകത്തും നല്ല വെളിച്ചമുള്ള ഭാഗങ്ങളിൽ വളർത്താനായിട്ട് സാധിക്കും. 6 മണിക്കൂറെങ്കിലും വെളിച്ചം കിട്ടുന്ന ഭാഗങ്ങളിൽ വേണം ഈ പ്ലാന്റിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. എല്ലാ ദിവസവും നനവ് ആവശ്യമായ മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് ഒരുപാട് ഡ്രൈ ആയി പോവാതെ വരണ്ടു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പോട്ടി മിക്സ് ഒരുപാട് വരണ്ടു പോകുന്നത് മൂലം ഇതിന് റൂട്ട് റോട്ട് സംഭവിച്ച് പ്ലാന്റ്സുകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പോട്ടിലാണ് പ്ലാന്റിനെ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും NPK പോലുള്ള ഫെർട്ടിലൈസറുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനും അതുപോലെ അടിവളമായി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ DAP പോലുള്ള വളങ്ങളോ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇവയ്ക്ക് പോട്ടി മിക്സായി മണ്ണിനോടൊപ്പം കമ്പോസ്റ്റോ അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയോ ചേർക്കാം. കൂടാതെ അല്പം ചകിരിച്ചോറ് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് വേരോട്ടം ലഭിക്കുന്നതിനും എയർ സർക്കുലേഷൻ ലഭിക്കുന്നതിനും നല്ലതാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് 290 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ്. 290 രൂപയും കൊറിയർ ചാർജും കൂടെയാണ് വരുന്നത്. കൊറിയർ ചാർജ് ഫ്രീ ആയിട്ടല്ല. DTDC കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് നിങ്ങളുടെ പാർസൽ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. ഈ പ്ലാന്റിന് 6 മണിക്കൂറെങ്കിലും നന്നായുള്ള വെളിച്ചം ആവശ്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പോട്ടിൽ നടുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് പ്ലാന്റിനെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീക്കി വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ പോട്ടിൽ നടുന്ന പ്ലാന്റ്സുകൾക്ക് ഒരുപാട് അടിവളം ചേർക്കുന്നതിന് പകരം മാസത്തിൽ 1 തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയോ ആയിട്ട് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനായിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻറ്റ്, NPK, കാൽഷ്യം നൈട്രേറ്റ് ഇവയൊക്കെ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മാൻഡിവില്ല കോംബോ എന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഗാർഡനിങ്.